അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം രാവിലത്തെ ചായയോടെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉച്ചത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാലോ. ഈ വ്ളോഗിൽ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലീനിങ്ങും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ കയറുമ്പോൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്താക്കി കോഴിയെല്ലാം കഴുകി എടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉള്ളികളിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഗരം മസാല തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെച്ച് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഗരം മസാല പൗഡർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച തന്നെ ആയതുകൊണ്ട് തന്നെ ചടപടയുള്ള കുറച്ച് തിരക്കും കൂടിയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് അത് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മിങ്ങനെ വാങ്ങുന്നതിനും കാട്ടി നല്ലത് വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കോഴിയെല്ലാം ഒന്ന് മസാല പുരട്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മല്ലിച്ചപ്പെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാല പൗഡറും പിന്നെ ഉപ്പും എല്ലാം കൂടിയിട്ട് മല്ലിച്ചപ്പും പുതിനയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഞാനൊന്ന് മസാല പുരട്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ബിരിയാണിയിൽ ഞാൻ കോഴി പൊരിക്കാണ്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊന്ന് മസാല പുരട്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്ക് വേണ്ട തക്കാളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് തോലെല്ലാം കളഞ്ഞിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളിയാഴ്ച നമ്മളെ ദിവസത്തിലൊരു പ്രത്യേകതയാണല്ലോ, ജുമാ ദിവസം തന്നെ. അപ്പോൾ ഞാനെല്ലാം പൊടിച്ച് വെച്ചിട്ട് പിന്നെ എനിക്ക് ഒരുപാട് മടക്കി വെക്കാനുണ്ടായിനി. അപ്പോൾ മസാല പൊടിക്കുന്നവരെ നമുക്ക് ബാക്കിയുള്ള പണിയെല്ലാം എടുക്കാനാന്നിട്ട് ഞാൻ പിന്നെ തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ച് പിന്നെ സോഫയും കാര്യങ്ങളെല്ലാം തട്ടിക്കുടഞ്ഞിട്ട് പിന്നെ ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അപ്പോൾ ഞാൻ എല്ലാ ജോലികളും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട് മൊത്തം ഒന്ന് അടിച്ചു വരുന്നുണ്ട്. ഇനി ആദ്യം ബിരിയാണിക്ക് വേണ്ട മുന്തിരിയും കൊരട്ടയും അതുപോലെ തന്നെ ഉള്ളിയെല്ലാം ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഉള്ളി വാട്ടാണ്ട് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഫുള്ളായിട്ടൊന്ന് ഉള്ളി പൊരിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ, വറുത്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേണ്ട മുന്തിരിയും അതുപോലെ കൊരട്ടയെല്ലാം ബോക്സിൽ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉള്ളി കുറച്ചായിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിക്ക് ഞാൻ വേറെ മസാലയൊന്നും ആക്കുന്നില്ല, ഉള്ളി ഇതന്നെ ഈ പൊരിച്ചതിനെ കൊണ്ട് തന്നെ കേട്ടോ നമ്മൾ ചിക്കനിൽ ചേർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കാം. പിന്നെ ഹൈപ്പും കൂടി തരാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ. അപ്പോൾ ഉള്ളിൻ്റെ ചൂടെല്ലാം പോയിട്ടാകുമ്പോൾ ഞാനിങ്ങനെ ഉള്ളി പൊടി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ ഒരു ക്രിസ്പി ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ചിക്കനെല്ലാം ഇട്ടിട്ട് അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളെല്ലാം ഞാനിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാര്യമായിട്ടുള്ള റെസിപ്പിയൊന്നും കാണുന്നില്ല, അതിൻ്റെ ഒരു വെള്ളിയാഴ്ചത്തെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ കെറ്റിലാണ് കേട്ടോ ചൂടാക്കില്ല. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരി ഇടാമല്ലോ, അല്ലെങ്കിൽ ഈ വെള്ളം തിളക്കാൻ കുറച്ച് സമയം എടുക്കുമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ അരിയെല്ലാം ഇട്ടിട്ട് ശേഷം പിന്നെ ഞാനൊന്നൊരു സലാഡാക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ഈ നോക്കിയിട്ട് നമുക്ക് കക്കിരി ഉണ്ടായിട്ട് അപ്പോൾ പിന്നെ ക്യാരറ്റും ഉള്ളിയും അതുപോലെ തൈരും കൊണ്ടൊരു സലാഡാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ ദമ്മിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദമ്മിടുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇനി ഒത്തിരി പാത്രം കഴുകാനുണ്ടായിനി. അപ്പോൾ ഞാൻ ഉള്ളി കുറച്ച് ബാക്കി വന്നത് ബോക്സിലാക്കിയിട്ട് കൗണ്ടർ ടോപ്പും അതെല്ലാം ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം പൊടിയും എന്താ പറയുക കച്ചറും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പാത്രവും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഗ്യാസ് അടുപ്പെല്ലാം ഞാനൊന്ന് തുടച്ചെടുത്ത് ഗ്യാസ് അടുപ്പ് വെച്ച സ്ഥലത്തും എല്ലാം ഞാൻ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ബേസും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയാണ് ജുമക്ക് പോകുന്നതും. അപ്പം നമുക്ക് ജുമക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വീടെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിടാം. അപ്പോൾ ഞാൻ ഒന്ന് നല്ല രീതിക്ക് തന്നെ മുക്കി തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളെല്ലാം ഒന്ന് നല്ല രീതിക്ക് ക്ലീൻ ആക്കിയിട്ടിടുന്നുണ്ട്. അങ്ങനെ വീട് മൊത്തം നല്ലോണം തുടച്ചതിന് ശേഷം
പിന്നെ ഞാൻ വീട് മൊത്തം ഒന്ന് ഊത് കൊണ്ട് പുകയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. നമുക്കൊരു ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് തോന്നും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം വീട് മൊത്തം ഒന്ന് അടിപൊളിയാക്കിയിട്ട് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാനെല്ലാം പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ജൂം കഴിഞ്ഞിട്ട് റാസ്റ്റ വന്നിട്ടുണ്ടായിനി. അപ്പോൾ റാസ്റ്റാനെ കൊണ്ടുവന്ന് ഞാൻ നമ്മളെ ബിരിയാണി പ്ലേറ്റിൽ വിളമ്പിച്ചിട്ടാ. എന്നിട്ട് പിന്നെ എല്ലാവരും ഇരുന്നിട്ട് തിന്നലായിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.